ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 2-ാം തീയതി എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഈ ദിവസം നിങ്ങൾക്ക് ഒരു നല്ല ദിവസമായി ദൈവം തീർക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന യോശുവയുടെ പുസ്തകം 23-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ യോശുവ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്നൊരു അധ്യായമാണ്. യോശുവയുടെ ശുശ്രൂഷ ഏതാണ്ട് യുദ്ധം യോശുവ അവസാനിപ്പിച്ചു. യോശുവയുടെ ജീവിതത്തിൻ്റെ അന്ത്യകാലത്തിലേക്ക് യോശുവ വന്നിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളെല്ലാം കൂട്ടിച്ചേർത്ത് അവരോട് ഇസ്രായേലിൻ്റെ ചരിത്രമെല്ലാം വിവരിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് അവർക്ക് നൽകുകയാണ്. എന്താണ് ആ മുന്നറിയിപ്പ്? അന്യമതത്തിൻ്റെ സ്വാധീനം ആപത്താണ്. അന്യമത സ്വാധീനം ആപത്താണ്. അത് 23-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങളെ യോർദാൻ നദി മുതൽ മഹാസമുദ്രം വരെയുള്ള വലിയൊരു പ്രദേശമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കനാനിലുണ്ടായിരുന്ന വലിയൊരു ജനത്തെ ദൈവം ഉന്മൂലനം ചെയ്തു. എന്നാൽ പൂർണ്ണമായിട്ട് അവരെ ഉന്മൂലനം ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആളുകൾ വസിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ദേശത്ത് വസിക്കുന്നതായിരിക്കുന്ന സമയത്ത് ഈ ആളുകളുമായി നിങ്ങൾ എന്ത് ബന്ധമാണ് പുലർത്തുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് നിശ്ചയിക്കുന്നതാണ്. അതായത് ഈ ജനങ്ങളുമായി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും അവരുടെ ദേവന്മാരെ നിങ്ങൾ സേവിക്കുകയും അവരുടെ ആചാരങ്ങളും ഉത്സവങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് വലിയൊരു ദോഷമായി തീരും. അതുകൊണ്ട് ആ ആപത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് യോശുവ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അന്യമതത്തിൻ്റെ സ്വാധീനം വളരെ ആപത്താണെന്ന് യോശുവ അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം ഇസ്രായേലിൻ്റെ പിൽക്കാല ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകുന്നൊരു സത്യമുണ്ട്. അവർ അന്യദേവന്മാരെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തു. അതവർക്ക് നാശത്തിന് കാരണമായി തീർന്നു. നമുക്ക് അറിയാം, അവർ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് വരുമ്പോൾ മോശ സീനായ് പർവ്വതത്തിൽ കർത്താവിൻ്റെ അടുക്കൽ കയറി ചെന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്ന കണ്ടപ്പോൾ അഹരോനോട് എന്താ ജനം പറഞ്ഞത്? ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല, അതുകൊണ്ട് നീ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അവസാനം ഒരു കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. ഇസ്രായേലേ, നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ്രൈം ദേശത്ത് അവർ കണ്ടതെന്താണ്? കാളകളെ ആരാധിക്കുകയും അന്യദൈവങ്ങളെ ആരാധിക്കുകയും മിഥ്യാമൂർത്തികളെ പൂജിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു അതവരുടെ മനസ്സിലങ്ങനെ കിടക്കുകയാണ്. കാരണം അവർ കണ്ടു വളർന്നത് അതാണ്. അതിൽ കിടന്നാണ് അവർ വളർന്നത്. അപ്പോൾ ആ അന്യദേവ സ്വാധീനവും അന്യദേവ പൂജയുടെ ആ ഒരു താല്പര്യമൊക്കെ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് യോശുവ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ആപത്ത് നിങ്ങൾക്ക് മുൻപിലുണ്ട്. ഇപ്പോഴാണെങ്കിൽ കനാനിലെ ആളുകൾ മുഴുവൻ പോയിട്ടില്ല. കനാന്യരായിരിക്കുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ താമസിക്കുന്നുണ്ട്, കോളനിയായിട്ട് താമസിക്കുന്നുണ്ട്. നിങ്ങളും അവരുടെ ഇടയിലാണ് പാർക്കാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു ആപത്ത് ഞാൻ കാണുന്നുണ്ട്. എന്താണ്? ആ ജാതികൾ അവരുടെ ദേവസേവയിലേക്ക്, അവരുടെ മതാചാരങ്ങളിലേക്ക്, അവരുടെ ഉത്സവങ്ങളിലേക്ക്, അവരുടെ പൂജകളിലേക്ക് നിങ്ങളെ ആകർഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. വരുവാനിടയുള്ള നാശത്തെക്കുറിച്ച് യോശുവ ജനത്തിന് തൻ്റെ അന്ത്യശാസനത്തിൽ മുന്നറിയിപ്പ് നൽകി. നേതൃത്വത്തിലുള്ളവരെപ്പോഴും ഇക്കാര്യം ഓർക്കുന്നത് നല്ലതാണ്. വരാൻ പോകുന്നതായിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അവർ മുന്നമേ കാണണം. ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർക്ക് മാത്രമേ വിജയിക്കുവാനായിട്ട് കഴിയൂ. യോശുവയ്ക്കതറിയാമായിരുന്നു. ഈ ജനം തെറ്റിലേക്ക് ചാഞ്ഞിരിക്കുന്നൊരു ജനമാണ്. അവർക്ക് ശക്തമായ നേതൃത്വം ഉണ്ടായിരിക്കുകയും ആ നേതൃത്വം അന്യദേവ സേവയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അവരതിലേക്ക് പോകും എന്ന് യോശുവയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് യോശുവ പറഞ്ഞു, യാതൊരു കാരണവശാലും കനാനിലുള്ള ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. ഇടകലർന്നാൽ നാളെ അവരുടെ തെറ്റായ ആരാധനാക്രമം അനുഗ്രഹിക്കേണ്ടതായി വരും. അറിഞ്ഞും അറിയാതെയും അവരുടെ ദേവന്മാരുടെ നാമം നിങ്ങളുടെ അധരങ്ങളെടുക്കുവാനിടയാകും. ഇത് അനുവദിക്കുവാൻ പാടുള്ളതല്ല. കാരണം ദൈവം പറഞ്ഞു, അന്യദേവന്മാരുടെ നാമം നിങ്ങളുടെ നാവിലെടുക്കരുതെന്ന്. എൻ്റെ പ്രിയമുള്ളവർ, അതൊരു വലിയ സത്യമാണ്. അന്യമതങ്ങളുമായി ആവശ്യത്തിലധികം സ്നേഹബന്ധം പുലർത്തുകയും അവരുടെ മതഗ്രന്ഥങ്ങൾ പതിവായി വായിക്കുകയും ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടൊരു കാര്യം, ആ മതങ്ങളുടെ സ്വാധീനത്തിൽ വരുവാനിടയാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ സംസാരത്തിലും അവരുടെ എഴുത്തുകളിലും അവരുപയോഗിക്കുന്ന വാക്കുകൾ ദേവൻ, പരമേശ്വരൻ, ഈശ്വരൻ, മുഹൂർത്തം, ഗ്രഹപ്പിഴ, ശകുനം, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവരുടെ സംസാരത്തിലും അവരുടെ എഴുത്തുകളിലും കാണുവാനായിട്ട് സാധിക്കും. കാരണം അവർക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നില്ല. അവരെപ്പോഴും കാണുന്നത് എന്താണ്? ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അത് വളരെ ആപത്തുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയുന്നില്ല. അപ്പം നാം അങ്ങനെ അന്യ മതങ്ങളുടെ സ്വാധീനം നമ്മിൽ ഒരുപാട് ചെലുത്തുവാനായിട്ട് ഇടയായാൽ
നമുക്കും ഇതേ കാര്യങ്ങൾ സാധിക്കും. അതൊക്കെ സാഹിത്യ പ്രയോഗങ്ങളെന്നാണ് പറയുന്നത്. ഞാൻ പ്രശസ്തനായിരിക്കുന്ന ഒരു ആളിൻ്റെ എഴുത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ദേവനെന്നും പരമേശ്വരനെന്നും ഈശ്വരനെന്നും ഒക്കെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ബൈബിൾ ഒരു പ്രാവശ്യം പോലും ദേവനെന്നും ദൈവത്തെ വിളിച്ചിട്ടില്ല. ദേവാദിദേവനെന്നാണ് പറയുന്നത്. ദേവന്മാരുടെ ദേവനാണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ പരമേശ്വരനെന്ന് പറഞ്ഞിട്ടില്ല, ഈശ്വരനെന്ന് പറഞ്ഞിട്ടില്ല. വചനം പരിഭാഷ ചെയ്ത ആളുകളൊക്കെ വളരെ ആണ്. എന്നാൽ നമ്മുടെ ആളുകളൊക്കെ ന്യായീകരിക്കുകയാണ്. കാരണം എന്താണെന്ന് അവർ പറയുന്നത്, നമ്മൾ വസിക്കുന്നതായിരിക്കുന്ന രാജ്യത്തിൻ്റെ മതത്തിൽ അങ്ങനെയൊക്കെയാണ് ദൈവങ്ങൾക്ക് പേര് പറയുന്നത്. അത് അവരുടെ ദൈവങ്ങൾക്ക് അവർ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ദൈവങ്ങൾക്ക് എന്തിനാണ് നമ്മളത് പറയുന്നത്? വചനത്തിൽ പറഞ്ഞിട്ടുള്ള പേരുകൾ നമ്മൾ പറഞ്ഞാൽ പോരെ. ചില പ്രശസ്തരായ ദൈവദാസന്മാർ പോലും പ്രസംഗിക്കാൻ എഴുതിക്കുമ്പോൾ ഈ നല്ല മുഹൂർത്തത്തിലെന്ന് പറയാറുണ്ട്. മുഹൂർത്തം നമുക്കുണ്ടോ? ചിലർ പറയാറുണ്ട് ഗ്രഹപ്പിഴ ഉണ്ടെന്ന് പറയാറുണ്ട്. നമുക്ക് ഗ്രഹവും പിഴയൊക്കെ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ അന്യമത സ്വാധീനമാണ്. യോശുവ ഇത് മുന്നമേ കണ്ടിരുന്നു, ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യാതൊരു വിധത്തിലും അവരുമായി ഇടകലരരുത്, ഇടകലർന്നാൽ നിങ്ങൾക്ക് ഈ ദോഷം സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇന്നും അത് സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. രാഹുകാലം നോക്കുന്നവരുണ്ട്, നാൾ നോക്കുന്നവരുണ്ട്, കണ്ടു കിട്ടാതിരിക്കാൻ ഓരോരോ സൂത്രങ്ങൾ ചെയ്യുന്നവരുണ്ട്. ക്രിസ്തു വിശ്വാസികൾക്കിടയിൽ പോലും ഇതുണ്ടെന്നുള്ളത് സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. എന്തിനങ്ങനെയുള്ള തെറ്റായ സ്വാധീനങ്ങളിൽ നാം പെടുന്നു? വിശുദ്ധ ബൈബിൾ നമുക്ക് ആരാധനക്രമം കാണിച്ചു തന്നിട്ടില്ലേ? ഇല്ലേ? നമ്മൾ വീട് വെക്കുമ്പോഴത്തേനാണ് ഈ നോക്കുകുത്തികളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അതിൻ്റെയൊന്നും ആവശ്യം നമുക്കില്ല, നമുക്ക് ആവശ്യമില്ല, നമ്മളില്ലാത്ത കാര്യം. അതാണ് അന്യമത സ്വാധീനം വളരെ വലിയ ആപത്താണ്. ഓരോ മതത്തിനും അതിൻ്റേതായ കാഴ്ചപ്പാടുള്ള, നമ്മൾ അവരെ എതിർക്കുകയും അവരെ വിമർശിക്കുകയും ചെയ്യേണ്ട ആവശ്യം, അവരവരുടെ രീതി ആരാധിച്ചോളട്ടെ. പക്ഷേ നാം ഇതിനകത്ത് കോപ്പി അടിക്കണം, നമുക്കത് കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ യോശുവ എത്ര വീക്ഷണത്തോടു കൂടിയാണ് കാര്യങ്ങൾ അവരോട് പറഞ്ഞത്. നിങ്ങൾ അവരോട് ഇടകലരരുത്. ഇടകലർന്നാൽ നാളെ നിങ്ങൾ അവരുടെ മാർഗത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇന്നത്തെ ക്രിസ്തു മതത്തിൽ നോക്കിക്കേ, അന്യമതങ്ങളിലുള്ളതായിരിക്കുന്ന അനേക രീതികൾ ഇവിടെ അത് സ്വീകരിച്ചിട്ടുണ്ട്. അത് മുഖാന്തരം അവരെ നേടാമെന്നാണ് പറയുന്നത്. ഈ ആരാ നേടുന്നത്? അത് മുഖാന്തരം ആരെയാണ് നേടിയത്? ഇവിടെ ആളുകളെ നേടിയിട്ടുള്ളത് ദൈവവചനം പ്രസംഗിച്ചാണ്, അല്ലാതെ ആരെയാണ് നേടിയിട്ടുള്ളത്? അവരുടെ മാർഗം സ്വീകരിക്കുന്നവരും നേടുമോ? ഒരിക്കലും നേടുമില്ല. അതല്ല നമ്മുടെ മാർഗം. അതുകൊണ്ട് യോശുവ പറഞ്ഞ ഈ ഒരു പ്രബോധനം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ. എന്താണ്? അന്യമത സ്വാധീനം ആപത്താണ്. ദൈവവചനത്തിൻ്റെ പ്രമാണമനുസരിച്ച് ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, അന്യമത സ്വാധീനത്തിൻ്റെ ആപത്തിനെക്കുറിച്ച് യോശുവ മുഖാന്തരം ഞങ്ങളെ ഓർപ്പിച്ചതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ വചനപ്രകാരം ദൈവത്തെ ആരാധിക്കുവാനും അറിയുവാനും സേവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അന്യമതങ്ങളുമായി ഇടകലർന്ന് ഞങ്ങൾ അവരുടെ രീതികൾ കോപ്പി ചെയ്താൽ നാളെ ഞങ്ങൾ അവരെപ്പോലെ ആയിത്തീരുമെന്ന് അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തിനായി സ്തോത്രം. ഈ ദിവസത്തെ അനുഗ്രഹമാക്കി തീർത്താട്ടെ. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.